എം.ആർ. അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണ ചുമതല തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ 1 ടീമിന്. SP ജോൺകുട്ടി അന്വേഷണം നടത്തും. വിജിലൻസ് DGP യോഗേഷ് ഗുപ്തയ്ക്കാണ് മേൽനോട്ട ചുമതല. സുജിത് ദാസിനെതിരായ വിജിലൻസ് അന്വേഷണവും ഇതേ ടീം അന്വേഷിക്കും. വിവരങ്ങളുമായി ശാലിനി ചേർന്നു തിരുവനന്തപുരത്ത് നിന്നും. ശാലിനി, ടീം രൂപീകരിച്ചിരിക്കുന്നു, അന്വേഷണ സംഘം. തിരുവനന്തപുരം യൂണിറ്റിന് ചുമതല. എങ്ങനെയാണ് അന്വേഷണ സംഘത്തിന്റെ ഘടന? ആരൊക്കെയുണ്ട്? വിവരങ്ങൾ. വീണ, ഇടതുമുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാർ ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലൊരു വിജിലൻസ് അന്വേഷണത്തിന് ഇന്നലെ രാത്രിയോടുകൂടി തീരുമാനമെടുക്കുന്നതും ഔദ്യോഗികമായ ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്തത്. അല്പസമയം മുമ്പാണ് ഈ അന്വേഷണം നടത്തേണ്ട ടീമിനെ കൂടി ഇപ്പോൾ സർക്കാർ തലത്തിൽ രൂപീകരിച്ചുകൊണ്ട് ഔദ്യോഗികമായ അറിയിപ്പ് പുറത്തു വരുന്നത്. അന്വേഷണ ചുമതല തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം 1-നായിരിക്കുമെന്നുള്ളതാണ് സർക്കാർ അറിയിക്കുന്നത്. ഒപ്പം തന്നെ SP ജോൺകുട്ടിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം നടത്തുക. മേൽനോട്ട ചുമതല വിജിലൻസ് DGP യോഗേഷ് ഗുപ്തയ്ക്ക് നൽകിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് ADGP M.R. അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യം ശുപാർശ രൂപേണ മുഖ്യമന്ത്രിക്ക് മുൻപിലേക്ക് അവതരിപ്പിക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ ആ ഒരു തീരുമാനം വൈകിപ്പിച്ച സർക്കാരാണ് ഇപ്പോൾ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ മുഖം രക്ഷിക്കൽ നടപടിയുടെ ഭാഗമായി ഇന്നലെ വൈകിട്ടോടുകൂടി തീരുമാനം ഔദ്യോഗികമായി ഉത്തരവ് രൂപേണ പുറത്തിറക്കുന്നത്. എന്തായാലും ഒരാഴ്ചയ്ക്ക് ശേഷം DGPയുടെ വാക്കുകൾ അംഗീകരിച്ചുകൊണ്ട്, ശുപാർശ അംഗീകരിച്ചുകൊണ്ട് വിജിലൻസ് അന്വേഷണത്തിലേക്ക് സർക്കാർ കടക്കുകയാണ്. മുൻ മലപ്പുറം SP സുജിത് ദാസിനെതിരെയും ഇതേ അന്വേഷണ സംഘം തന്നെ വിജിലൻസ് അന്വേഷണം നടത്തും. പ്രത്യേകിച്ച് ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ, ഒപ്പം തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ADGPക്കും മുൻ SP-ക്കുമെതിരെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരിക. പ്രധാനമായും ADGP M.R. അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള ADGP-യാണ്. PV അൻവർ അടക്കം ഉന്നയിച്ച ചില കൃത്യമായ ആരോപണങ്ങളുണ്ട്. ഒന്ന്, അനധികൃതമായി ADGP സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്. ബിനാമി ഇടപാടുകൾ നടത്തി അദ്ദേഹം സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ട്. ബന്ധുക്കളെ അടക്കമുള്ളവരെ ബിനാമികളായി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. തിരുവനന്തപുരം കവടിയാറിൽ അദ്ദേഹം ഒരു ആഡംബര വസതി നിർമ്മിക്കുന്നുണ്ട്. ഇതിന്റെ സാമ്പത്തിക സ്രോതസ്സും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ അനധികൃതമായി സമ്പാദിച്ച പണമാണ് ഇവിടെ വിനിയോഗിക്കുന്നത് എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചില തെളിവുകൾ സഹിതം പുറത്തുവിട്ടത്. ഈ സാഹചര്യത്തിലാണ് ഇത് അന്വേഷിക്കണമെന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ശുപാർശ DGP മുഖ്യമന്ത്രിക്ക് മുൻപാകെ വെക്കുന്നതും. എന്തായാലും മുഖ്യമന്ത്രി അതിപ്പോൾ അംഗീകരിച്ച ടീമിനെ കൂടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും CPI ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളടക്കം വലിയ രീതിയിലുള്ള വിമർശനം M.R. അജിത് കുമാറിനെതിരെ നടത്തിയിരുന്നു. അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമായി ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തണമെന്നൊരു ആവശ്യം CPI RJD ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ആ ആവശ്യം നിലവിൽ സർക്കാർ അംഗീകരിച്ചിട്ടില്ല. പകരം ക്രമസമാധാന ചുമതലയിൽ ADGP തുടരുന്നതിനിടെ തന്നെയാണ് വിജിലൻസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് യോഗേഷ് ഗുപ്തയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്, മറുഭാഗത്തെ ADGPക്കെതിരായി അന്വേഷണം DGPയുടെ നേതൃത്വത്തിലും നടക്കുകയാണ്. വീണ. ശരി ശാലിനി.